അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ സുദീർഘമായ ജീവിതത്തിൽ അനവധി ആളുകളെ നമ്മൾ കണ്ടിരിക്കണം. വ്യത്യസ്തമായ ജീവിത ശൈലികളിൽ ജീവിക്കുന്നവർ, വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ, വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ പിൻപറ്റി ജീവിക്കുന്ന അനവധി ആളുകൾ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു വിശ്വാസവുമില്ലാതെ ഒരാചാരവുമില്ലാതെ പറഞ്ഞു ഫലിപ്പിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ സ്വന്തമായി ഒന്നുമില്ലാത്ത ചിലർ മതങ്ങളില്ലെന്ന് പറയുകയും, പക്ഷേ സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവനെ പരിഹസിക്കാൻ വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ. അവരുടെ തനി സ്വഭാവം കാണണമെങ്കിൽ ചില മതവിശ്വാസികളുടെ വീഡിയോയിൽ, യൂട്യൂബിലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്ത വീഡിയോക്ക് താഴെ വന്ന് നിരീശ്വരവാദികളായ ആളുകൾ, തങ്ങൾ ലോകം നന്നാകാൻ വേണ്ടിയാണ് മതം വിട്ടതെന്ന് പറയുന്നവർ വന്നിടുന്ന കമൻറ്റ് കണ്ടാൽ അറിയാം അവർ കാരണം ലോകം നന്നാവുകയാണോ, അല്ലെങ്കിൽ അവർ സ്വയം നാശായിക്കൊണ്ട് ലോകത്തെ കൂടി നശിപ്പിക്കുകയാണോ എന്ന്. ഈ കാണുന്ന കമൻറ്റ് അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം, നിരീശ്വരവാദികളുമായി സദാ സംവദിച്ചു കൊണ്ടിരിക്കുന്നൊരു മുസ്ലിം പണ്ഡിതൻ്റെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമൻറ്റാണിത്. നിരീശ്വരവാദികൾക്ക് ചിന്തയുണ്ടോ ചിന്തയില്ലേ എന്നതാണ്, ചിന്തിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചയാവേണ്ട ഒരു കാര്യം. കാരണം ലോകത്ത് സൃഷ്ടിപ്പൊന്നും നടക്കുന്നില്ല, മാറ്റങ്ങളെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല, മനുഷ്യനാണ് മതങ്ങളെ ഉണ്ടാക്കിയത് എന്ന വാദം. ഈ വാദത്തിന് ബുദ്ധിപരമായ എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ, ലോജിക്കലി എന്തെങ്കിലും സപ്പോർട്ട് ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിപരമായ ഒരു സപ്പോർട്ടും ഇതിനില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബുദ്ധിപരമായ സപ്പോർട്ട് ഈ ഒരു വാദത്തിനില്ല എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു വലിയ ഓഡിറ്റോറിയത്തിലേക്ക് പലപ്പോഴും പറയപ്പെട്ടിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു വലിയ ഓഡിറ്റോറിയത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ചായ വിതരണം തുടങ്ങുന്നു. ചായയുടെ ഗ്ലാസ് ആദ്യത്തെ ആളിലേക്ക് കൊടുക്കുന്നു, അയാൾ അതേ ഗ്ലാസ് രണ്ടാമത്തെ ആളിലേക്ക്, അങ്ങനെ ഒരേ ഗ്ലാസ് ഇങ്ങനെ മാറി 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 ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഇടത്തെ അറ്റത്തു നിന്ന് വലത്തെ അറ്റത്തുള്ള ആളുടെ കരങ്ങളിലേക്ക് എത്താണ്. ഈ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി 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 സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചായ. അതിനിടയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് പറയാണ്, ഈ ചായക്ക് തുടക്കമൊന്നുമില്ല, ഇത് മാറിക്കൊണ്ടിരിക്കുക മാത്രമാണ്, ഇതുണ്ടായതല്ല, ഇത് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വന്നതല്ല. ഇതെത്രത്തോളം ബുദ്ധിപരമാണ്? ആ ചായ ഓഡിറ്റോറിയത്തിലേക്ക് വന്നതല്ല, അതിങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്ന ഒന്ന് മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ആരും. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ എടുത്ത് പരിശോധിച്ചാലും, പ്രപഞ്ചത്തിലെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴും നമുക്കൊക്കെ ഉണ്ടാവുന്നൊരു ചോദ്യമുണ്ട്. ഈ വസ്തുക്കളൊന്നും ഉണ്ടായതല്ലെങ്കിൽ, ഈ വസ്തുക്കൾക്ക് മാറ്റം വരിക മാത്രമാണ് ലോകത്ത് സംഭവിക്കുന്നതെങ്കിൽ, ഓരോ വസ്തുവിനും ഇതുവരെ സംഭവിച്ച മാറ്റങ്ങൾക്കൊരെണ്ണമുണ്ടാകും. എന്തൊക്കെയാണെങ്കിലും കണക്കും സയൻസും നമ്മോട് പറയുന്നതാണ്. മാറ്റങ്ങൾ എത്രയുണ്ടായാലും മാറ്റത്തിനൊരെണ്ണമുണ്ട്. ഒരു വസ്തുവിനിപ്പോൾ 100 മാറ്റങ്ങളുണ്ടായ ഒരു വസ്തു, ഒരു മലയെടുക്കൂ നിങ്ങൾ, ഒരു പർവ്വതം, അതിമനോഹരമായി ഉയർന്നു നിൽക്കുന്ന പർവ്വതം 100 മാറ്റങ്ങൾക്ക് വിധേയതം എന്ന്, അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് മാറ്റങ്ങൾക്ക്. ഏറ്റവും ചുരുങ്ങിയ നമുക്കൊരു 100 മാറ്റങ്ങൾ എടുക്കാം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതെത്രയോ മാറ്റങ്ങളാവാം, 100, 1000, ലക്ഷമോ. ഈ 100 മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പർവ്വതം, അതിൻ്റെ മാറ്റങ്ങളുടെ പുറകിലേക്കൊന്ന് എണ്ണി നോക്ക്, 99, 98. അങ്ങനെ ഒന്നാമത്തെ മാറ്റമുണ്ടാകുന്ന അവസ്ഥ. ഈ ഒന്നാമത്തെ മാറ്റമുണ്ടാകുന്നത് എന്തിനാണ്? ഒന്നാമത്തെ മാറ്റം ഉണ്ടാകുന്നത് ഏതിനാണ്? ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനല്ലേ? ഓൾറെഡി സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തുവിനല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ, വട്ടപൂജ്യത്തിന് മാറ്റമുണ്ടായി പർവ്വതമാകുന്നു എന്ന് പറയുന്നുവെങ്കിൽ, ശൂന്യതയ്ക്ക് മാറ്റമുണ്ടായി അതൊരു പർവ്വതമായി തീർന്നു എന്നാണ് പറയുന്നതെങ്കിൽ, സുഹൃത്തെ, ആ ഇല്ലായ്മയിൽ നിന്നുണ്ടായിത്തീരുന്ന മാറ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് സൃഷ്ടിപ്പ്. ആ സൃഷ്ടിപ്പ് പൊടുന്നനെ ആരുടെയും സഹായമില്ലാതെ സ്വയം താനൊരു പർവ്വതമുണ്ടായി വന്നു എന്ന് ചിന്തിക്കുന്നത് ആനമണ്ടത്തരമാണ്. ആ മണ്ടത്തരങ്ങളെ കണ്ടെത്തിക്കൊണ്ട്
ഇതിനൊക്കെ പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന്. ആ ശക്തിയെ നിങ്ങൾ എന്ത് പേരൊക്കെ വിളിച്ചാലും ശരി, വിശുദ്ധ ഖുർആൻ പറയുന്നതും ലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് മനോഹരമായ പേരുകളുണ്ട്, അതിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു പറയുന്നത് പോലെ അതിനൊരുപാട് പേരുകളുണ്ട്. ആ ശക്തിയെ കണ്ടെത്താനും ആ ശക്തിയെ ആരാധിക്കാനും അതിനുശേഷമാണ് നിങ്ങൾ പറയുന്ന മതത്തിലേക്ക് ആദ്യം കടന്നു വരൂ, വിശ്വാസത്തിലേക്ക് ആദ്യം കടന്നു വാ, എന്നിട്ടല്ലേ വിശ്വാസത്തിനുള്ളിലുള്ള തെറ്റുകൾ തിരുത്തൽ. ദൈവമില്ല എന്ന വാദത്തിന് അടിത്തറ നൽകാൻ ഒരു നിരീശ്വരവാദിക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ലോകത്തിലെ അതിമനോഹരമായ സൃഷ്ടിപ്പ്, കിളികളും പക്ഷികളും കാടുകളും മലകളും ആകാശങ്ങളും കുന്നുകളും, എല്ലാത്തിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. നമ്മളുണ്ടാക്കി വെച്ച് നമ്മുടെ പുസ്തകത്തിൽ വരച്ച ചിത്രത്തിന് പെർഫെക്ഷൻ നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ലോകത്തിന് പെർഫെക്ഷൻ കൊടുത്ത, ലോകത്തിന് സൗന്ദര്യം കൊടുത്ത ഒരു ശക്തി നമ്മളല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ഇല്ല എന്ന വാദമല്ല വേണ്ടത്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത പലതും പ്രപഞ്ചത്തിലുണ്ടെന്നും അതൊക്കെ ഉണ്ടാക്കിയത് നമ്മളെക്കാൾ കഴിവുള്ള ഒരാളാണെന്നുമുള്ള വിശ്വാസമാണ്. മനുഷ്യൻ്റെ ഉൽപ്പത്തി തന്നെ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായതാണെന്ന വാദം, ആ വാദത്തിന് എന്ത് പിന്തുണയാണുള്ളത്? മനുഷ്യൻ കുരങ്ങിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ്റെ കുരങ്ങിൽ നിന്നുള്ള പരിണാമത്തെ വാദിക്കുന്നവർ. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിലുള്ള കുരങ്ങുകളൊക്കെ എന്തുകൊണ്ട് മനുഷ്യനായി മാറുന്നില്ല? അവക്കും മനുഷ്യനായി മാറണ്ടേ? അത് പരിണാമത്തിൻ്റെ പുറത്തുള്ള കുരങ്ങുകളാണോ എന്നതാണ് സംശയം. അങ്ങനെയായിരുന്നുവെങ്കിൽ ലോകത്തൊരു കുരങ്ങും ബാക്കിയാകുമായിരുന്നില്ല. എല്ലാ കുരങ്ങുകളും മനുഷ്യരായി മാറി മനുഷ്യരായി ജീവിക്കുമായിരുന്നു. പക്ഷേ അതൊരിക്കലും നടക്കുന്നില്ല. അതിൽ നിന്നും തന്നെ വ്യക്തമാണ് മനുഷ്യൻ്റെ മാറ്റം കുരങ്ങിൽ നിന്നല്ല എന്നുള്ളത്. മനുഷ്യൻ പല ഏകകോശ ജീവികളിൽ നിന്ന് ദ്വികോശ ജീവികളായി, അവിടെ നിന്ന് ഒരുപാട് കോശങ്ങളുള്ള ജീവികളായി മാറി മാറി പരിണമിച്ച് അവസാനം മനുഷ്യനായി മാറി എന്ന് പറയുന്ന വാദത്തിന് പോലും കൃത്യമായ തെളിവില്ല. കൃത്യമായ തെളിവില്ലാത്തതിൻ്റെ പുറകിൽ പോകുന്നവർ പോലും പറയുന്നത് ഞങ്ങൾ സയൻസാണ് എന്നാണ്. തെളിവില്ലാത്തതിൻ്റെ പിന്നിൽ പോകുന്നതിന് എന്ത് സയൻസാണ്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നതും മറ്റുള്ളവരെ തെറിവിളിക്കുന്നതും എന്ത് സയൻസാണ്? നിങ്ങൾക്കറിയാത്ത മുൻകാലങ്ങളുടെ ചരിത്രം, മുന്നോട്ടു പോയാൽ ഇതൊക്കെ എങ്ങനെയുണ്ടായി എന്നതിന് പോലും കൃത്യമായ തെളിവുകളില്ലെങ്കിൽ പോലും അറിവില്ലായ്മക്ക് പിന്തുണ നൽകുന്ന കൂട്ടമായി നിരീശ്വരവാദികൾ മാറുമ്പോൾ സത്യത്തെ മുറുകെ പിടിക്കാനും സത്യത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാനും നമ്മൾ ശ്രമിക്കണം. കാരണം ഇന്ന് ലോകത്ത് വഴിതെറ്റിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഇതൊന്നുമല്ല, ഇങ്ങനെയൊന്നുമല്ല, മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ കുതിച്ചുയർന്ന് മനുഷ്യരായി ജീവിക്കണമെന്നാണ്. എന്നാൽ നിരീശ്വരവാദികൾ മനുഷ്യരായി ജീവിക്കാൻ വളരെ സാധ്യത കുറവാണ്. മൃഗങ്ങളെക്കാൾ അധപതിക്കുന്ന സംസ്കാരവും മൃഗങ്ങളെക്കാൾ അധപതിക്കുന്ന കാരുണ്യമില്ലായ്മയും, ഒരിക്കലും ഒരു സിംഹം മാനിനോട് കാണിക്കുന്ന സ്നേഹം പോലും ലോകത്തുള്ള ഒരു നിരീശ്വര ഭരണാധികാരിയും ലോകത്തുള്ള മനുഷ്യരോട് കാണിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മനുഷ്യത്വം പഠിക്കണമെങ്കിൽ, മനുഷ്യനായി ജീവിക്കണമെങ്കിൽ, മനുഷ്യനായി ഉയരണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യനെ പരിപാലിക്കുന്ന, മനുഷ്യന് അന്നം നൽകുന്ന ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ, ജഗന്നിയന്താവായ ദൈവത്തിൻ്റെ, നമ്മളെ അറിയുന്ന, നമുക്ക് വേണ്ടി നിയമങ്ങൾ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അതിന് റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.